നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റബ്ബേ, നമ്മൾ എന്തായി കാണുന്നത്? അക്രം വലാലി ശുക്ര. എന്നാലും എന്റെ ഫാത്തിമ, അനക്ക് ഈ ഗതികേട് വന്നല്ല. പോക്കളെ ഇപ്പൊ എന്താ ഈ വഴി? അന്നെ കാണാൻ തന്നെ. അല്ലാതെ ഈ അറാൻ പറഞ്ഞ ബേലും കൊണ്ട് ഞമ്മക്ക് ഈ ബൈബറിന്റെ വല്ല കാര്യമുണ്ടാ? ഞമ്മൾ അറിഞ്ഞിരിക്കണം അന്റെ കഷ്ടപ്പാടുകളൊക്കെ. അനക്ക് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ? ആ ചെക്കനുള്ള സമയത്താണെങ്കിൽ കടലിൽ പോയി പൊരുവയിലത്ത് ചൂണ്ടമീൻ പിടിച്ചിട്ടാണെങ്കിലും അന്നെ പൊന്നുപോലെ നോക്കാനില്ലേ? ആ എന്താ ചെയ്യാ, പടച്ചോന്റെ ഓരോ മുസീബത്തുകൾ. അല്ല മോളെ, ആ പെണ്ണിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അനക്ക് വല്ല ഗുണമുണ്ടോ? അല്ല, വല്ല കായോ പൊന്നോ അങ്ങനെ എന്തെങ്കിലും ഓറ് തരാറുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത്? അവരന്നെ പറ്റിച്ചോ? അല്ല, പറ്റിക്കാൻ അങ്ങോട്ട് ഈ നിന്നോടുത്തിട്ടല്ലേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് പോക്കറളാപ്പ വന്നിരിക്കുന്ന മോളെ. അനക്കൊരു സങ്കടം ഉണ്ടാകാൻ ഈ പോക്കറളാപ്പ സമ്മതിക്കൂല. ആ പെണ്ണിന് വേണ്ടിയല്ലേ നമ്മളെ ഷാനു മയ്യത്തായത്. അപ്പൊ അന്നെ സഹായിക്കണ്ട് അവരുടെ കടമയല്ലേ? അവരത് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. കോടികളുടെ ആസ്തി ഇല്ലേ അവർക്ക്? എല്ലാറ്റിനും കൂടി അവകാശമായിട്ട് ഒരു പെണ്ണല്ലേ ഉള്ളൂ. ഷാനുവിന്റെ പെണ്ണിന്റെ സ്വത്ത് ഷാനുവിനും കൂടി അവകാശപ്പെട്ടതല്ലേ? ഷാനുവിന്റെ അവകാശം എന്ന് പറയുമ്പോ അന്റെ അവകാശം. ഞമ്മക്കത് ചോദിച്ച് മേടിക്കണ്ടേ ഫാത്തിമ? എല്ലാത്തിനും വയ്യുണ്ട് മോളെ. ഇങ്ങനെ ചീഞ്ഞ മത്തിയും പെറുക്കി കടാപ്പുറത്തോടി നടക്കണ്ടോളല്ല. കോടീശ്ശേരി, കോടീശ്ശേരി. എല്ലാം ശരിയാക്കാനുള്ള ഭയ്യം കൊണ്ടാ എളാപ്പ വന്നിരിക്കുന്നത്. ആദ്യം ശൂരം ഒന്ന് പിടിക്കി, എന്നിട്ട് കൊണ്ടുപോയി നല്ല കാശ്മീരി മുളകും കൊടമ്പുലി ഇട്ടൊന്ന് വറ്റിക്ക് ഉച്ച കൂണ് കഴിക്കാൻ ഞമ്മളുണ്ടാവും. അക്രം വലാലി ശുക്ര. ദാ പിടിക്ക്. അങ്ങനെ ചുമ്മാതെ കോടികൾ പായാക്കാൻ പറ്റുമോ? ഈ ധൈര്യമായിട്ട് ചെല്ല്. അൽഹംദുലില്ലാ, എല്ലാം ഹൈറാവും. ഓക്കറളാപ്പല്ലേ പറയുന്നത്. ചെല്ല്, ചെല്ല്. അൽഹംദുലില്ലാ പടച്ചോനെ. അതെ, എന്താടോ, എന്താ താനിങ്ങനെ? ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ഒന്നും സംഭവിക്കില്ല. താനിങ്ങനെ സില്ലി ആവില്ലടോ. പറ്റുന്നില്ലടോ, എനിക്ക് പറ്റില്ലടോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? അവനെ മനസ്സിലാക്കാൻ തന്റെ കയ്യിലുള്ള അളവുകോല് പോരാ. തന്റേതല്ലാത്തൊരു പെണ്ണ്, തന്റേതാകുമെന്ന നാളെ അവന് യാതൊരു ഉറപ്പുമില്ലാത്ത പെണ്ണ്. അവളെ അവൻ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നമ്മളിലൂടെയാ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ മാത്രം വെച്ച്. അവിടെയാ പലപ്പോഴും നമുക്ക് പിഴച്ചു പോകുന്നത്. നമ്മൾ കാണാത്ത ഒരുപാട് ലോകങ്ങളുണ്ട്, മനസ്സുകളും.
ഗുഡ് മോർണിംഗ് മാഡം. ഒട്ടും ഗുഡല്ല ദത്ത കാര്യങ്ങൾ. എന്താ മാഡം? ശ്രീനി ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെയാണെന്ന് യാതൊരു വിവരവും ഇല്ല. ഞാൻ വിളിച്ചപ്പോ എന്തൊക്കെയോ ഇൻഡിഫറന്റ് ആയി സംസാരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു ദത്ത. ശ്രീനി എവിടെയാണെന്ന് ദത്തനൊന്ന് അന്വേഷിക്കാമോ? ആ, അന്വേഷിക്കാം മാഡം. ഇങ്ങനൊരു ഘട്ടത്തിൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടാ. പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ദത്തനാകുമ്പോ കാര്യങ്ങൾ ഏറെക്കുറെ അറിയാലോ. ശ്രീനി ഇപ്പോ പഴയ ശ്രീനിയല്ല. സമനില തെറ്റിയവരെ പോലെയാ പെരുമാറുന്നത്. പോരാത്തതിന് നല്ല മദ്യപാനവും. എനിക്ക് മടുത്തു ദത്ത. എല്ലാം വിട്ടെറിഞ്ഞ് എവിടെയെങ്കിലും പോയാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്തു പറഞ്ഞാൽ മാഡത്തെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിലും പിടിവിട്ടൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. മുത്തശ്ശിയുടെ കാര്യങ്ങൾ അറിയാലോ. ആമയാണ് പ്രഗ്നന്റ്. ഈ അവസ്ഥയിൽ അവൾ ഫേസ് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ കൂടി ബാധിക്കുന്ന എന്റെ പേടി. സത്യം പറയല്ലേ മാഡം, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര കാലമെന്നറിയോ? ഞാൻ വിളിച്ചത് ദത്തന് ബുദ്ധിമുട്ടായോ? ഏയ്, ഒരിക്കലുമില്ല. മാഡത്തിന് എന്ത് സഹായം ചെയ്യാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ അത് എന്റെ കൂടി കടമയാണല്ലോ. ഞങ്ങളുടെ ആദ്യ കാരണമല്ലേ മാഡത്തിന് ഇപ്പൊ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നേ. എന്ന് ഞാനൊരിക്കലും പറയില്ല. കാരണം ആദ്യ നിരപരാധിയാണെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അല്ല, എന്റെ മോളും തെറ്റുകാരിയാണല്ലോ. എല്ലാം എന്റെ വിധിയ ദത്ത. അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ആരോ വന്നു, ഞാനൊന്ന് നോക്കട്ടെ. ആ, ശരി മാഡം. മാഡം, ശ്രീനിവാസൻ സാറിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം.